ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഇതേപോലെ ക്രിസ്റ്റലാന്ന് തോന്നിക്കുന്ന ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ബോട്ടിൽ വേണം നമുക്ക്. ആ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പ്ലെയിൻ പോർഷൻ വരുന്ന ഡിസൈൻ അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള പോർഷന് നമുക്ക് കുറച്ച് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. ഏകദേശം ഇതേപോലെ. ഇനി നമുക്ക് ഒരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഈ പെറ്റൽ ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമ്മൾ വിരലുകൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ഹീറ്റ് കൊടുക്കാം. എന്നിട്ട് ഒരു ക്ലേ മോഡലിംഗ് ടൂളിൻ്റെ ഇതേപോലത്തെ ടൂൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റൗണ്ട് എഡ്ജ് കൊണ്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കറക്റ്റ് ഒരു റോസ് ഫ്ലവറിൻ്റെ ആ പെറ്റലിൻ്റെ ഷേപ്പിൽ കുറച്ച് ബാക്കിലേക്ക് വളഞ്ഞിട്ട് നിൽക്കണ പോലെ നമുക്ക് കിട്ടും. ഇതേപോലെ ഇതിൻ്റെ ബഡ് സെൻറ്ററിൽ ഉണ്ടാവുന്ന ബഡ് ഇതേപോലെ നമുക്കൊരു നീളത്തിലൊരു സ്ട്രിപ്പ് മുറിച്ചിട്ട് ഇതേ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാക്കാം. ഞാനപ്പോൾ ഡിഫറെൻറ്റ് സൈസസിലുള്ള പെറ്റൽസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു 2-3 ചെറുതും 2-3 കുറച്ച് വലിയ പെറ്റൽസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അറേഞ്ച് ചെയ്യുമ്പോൾ അതായിരിക്കും കുറച്ച് ഭംഗിയുണ്ടാവുക. വൺസ് ഈ പെറ്റൽസൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതേപോലെ ചെറിയ പെറ്റൽസൊക്കെ ഞാൻ ആദ്യം വെച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഗ്ലൂ ഗണ്ണ് വളരെ കുറച്ച് ഗ്ലൂ മാത്രം യൂസ് ചെയ്തിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിങ്ങനെ ഗ്ലാസ് പോലെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയ കാരണം കൂടുതൽ ഗ്ലൂ യൂസ് ചെയ്താൽ ആ വൈറ്റ് കളർ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് കാണും. അപ്പോൾ മാക്സിമം കുറവ് ഗ്ലൂ മാത്രം യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കാം. നമ്മൾ ഗ്ലൂ യൂസ് ചെയ്തിട്ട് പെറ്റൽസ് ഒട്ടിക്കുന്നതിന് മുന്നേ അത് ഏത് ഷേപ്പിൽ വെക്കണം എന്നൊന്ന് വെച്ച് നോക്കിയിട്ട് ചെയ്യുമായിരിക്കും നല്ലത്. കാരണം ഇതെല്ലാതും നമ്മൾ ഹീറ്റ് കൊടുക്കണ കാരണം കുറച്ച് വേറെ വേറെ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അത് സ്റ്റിക്കായില്ലെങ്കിൽ അത് വൃത്തികേടാവും. അപ്പോൾ ആദ്യം അതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയതിന് ശേഷം ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാം. നമുക്കിനി ഇതുപോലെ 1-2 ഫ്ലവേഴ്സും കൂടി ഉണ്ടാക്കാം. ഫ്ലവർ വേസിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലീഫും നമ്മൾ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിൽ പെയിൻറ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ അതിങ്ങനെ ആ ഗ്രീൻ കളർ കാണും. ഞാനത് ലാസ്റ്റ് വീഡിയോയിൽ ബോട്ടിൽ ആർട്ട് ചെയ്യണതിൽ ഞാനത് കാണിക്കുന്നുണ്ട്. അത് കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയൊരു ഗ്ലാസ്സാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്ടെല്ലയുടെ ജാറോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അതിൽ ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് സ്പഞ്ചല്ല ബ്രഷ് കൊണ്ട് പെയിൻറ് ചെയ്തിരിക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവട്ടെ. നമുക്കതിന് ശേഷം ഈ ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ഈ ലീവ്സ് ഞാൻ ചില ലീവ്സ് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതേപോലെ ലൈറ്റർ താഴെ ഒന്ന് കാണിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ ലീഫ് വേണ്ടത്, ഇങ്ങനെ കൂടി നിൽക്കുന്നതായിട്ടാണോ പരന്ന് നിൽക്കുന്നതായിട്ടാണോ എങ്ങനെ ആണെങ്കിലും നമ്മൾ ആ ഷേപ്പിലേക്ക് ഹീറ്റുള്ള സമയത്ത് തന്നെ അത് മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഷേപ്പിൽ തന്നെ നിന്നോളും. അതിനുശേഷം അതിൻ്റെ മുകളിൽ പെയിൻറ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഈ ഫ്ലവേഴ്സ് ഒട്ടിക്കാം. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്ത പോലെ പെറ്റലിനനുസരിച്ചിട്ട് അതേത് ഭാഗത്താണ് കറക്റ്റായിട്ട് അറ്റാച്ച് ആവുക എന്നുള്ളത് നോക്കിയതിന് ശേഷം നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ടോട്ടൽ 4 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലവേഴ്സൊക്കെ ഞാൻ ഇതിൻ്റെ താഴെയിട്ട് ഇതേപോലെ അറ്റാച്ച് ചെയ്യാണ്. അങ്ങനെ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു പെൻ സ്റ്റാൻഡ് റെഡി ആയിക്കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാം. വീട്ടിലൊരു പഴയ ഗ്ലാസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാവുന്നൊരു ട്രിക്കാണ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തെ വീഡിയോസിന് നിങ്ങൾക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ ഒപ്പം ഇതിൻ്റെ സൈഡിൽ ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും. അത് പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് വരും. തീർച്ചയായും നിങ്ങൾ ഇതേപോലത്തെ റൂം ഡെക്കോർസ് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.